നമുക്ക് 2,60,000 ഫുൾ ഓൺ തന്നെ ഈ വണ്ടി നമുക്ക് കയറ്റി കൊടുക്കാം. അപ്പോൾ മൈലേജും അതായത് ഡെയിലി യൂസ് കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഫാമിലിക്ക് നമുക്ക് അത്യാവശ്യം ലെങ്ത്തും ഡിക്കി സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. സോ മൈലേജും കംഫർട്ടും മെയിൻ്റനൻസ് വളരെ കുറവുള്ള പുതിയതാണ്. ഇത് 4 ലക്ഷം രൂപ ഫൈനൽ പ്രൈസ്. അപ്പോൾ സെക്കൻഡ് ഓണർ വണ്ടി 6,25 ഫൈനൽ റേറ്റ്. അപ്പോൾ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 19 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഫുള്ള് ടയോട്ടയില് കമ്പനി സർവീസിലെ വണ്ടി. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ നമുക്ക് A to Z കമ്പനി സർവീസ് ഉണ്ട്. സർവീസ് ഹിസ്റ്ററി നമ്മൾ കയ്യിൽ റെഡി ഉണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുതിയൊരു ഷോറൂമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആൻഡ് ബഡ്ജറ്റിലുള്ള നല്ല ഇന്നോവകളുണ്ട്. അതേപോലെ മൈലേജ് നോക്കുന്നവർക്ക് അമേസ് റിഡ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. MK കാസ്. അപ്പോൾ നമ്മുടെ അലിക്കാണ് ഇവിടെ ഉള്ളത്. അലിക്ക നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരികയാണ്. നമ്മൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ മലപ്പുറം മഞ്ചേരി തുറക്കല്. അതായത് നമുക്ക് മഞ്ചേരി തുറക്കൽ തന്നെയാണ് ഈ ഒരു ഷോറൂം വരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ 7 സീറ്ററുകൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ഓഫർ പ്രൈസിൽ ഒരു സിൽവർ ഫിനിഷിംഗിൽ വരുന്ന ഒരു ഇന്നോവ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. പിന്നെ 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ടൈപ്പ് 4 ആണ് വരുന്നത്. 80-90% ടയേഴ്സും കാര്യങ്ങളുണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും അല്ല. സീറ്റ് കവറേഴ്സ് അല്ല, ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടയർ കാര്യങ്ങളൊന്നും നോക്കാനില്ല. അതും നമുക്ക് അഡീഷണൽ ആയിട്ട് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടൈപ്പ് 4 ആണ്. ഇന്റർകൂളർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? നമുക്കൊരു ഓഫർ പ്രൈസ് 6,25,000 ഫൈനൽ പ്രൈസ്. അപ്പോൾ സെക്കൻഡ് ഓണർ വണ്ടി 6,25 ഫൈനൽ റേറ്റ്. അപ്പോൾ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 19 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അതുകൊണ്ട് നമുക്ക് അതായത് നല്ല ക്വാളിറ്റി നമുക്ക് അത്ര അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഓഫർ പ്രൈസ് മാക്സിമം 5.25 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്തു കൊടുക്കാം. അടുത്തതാണ് നമുക്കൊരു ഗ്രേ ഫിനിഷിംഗ് വാഹനമാണ്. ടൈപ്പ് 4 ആണ് വരുന്നത്. ഇത് 2013 മോഡൽ. 2013. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ G4. അത്യാവശ്യം നമുക്ക് അഡീഷണൽ ആയിട്ട് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യിക്കാനൊന്നും ഇല്ല. ഒന്നുമില്ല. നേരെ എടുക്കുക, എണ്ണ അടിക്കുക, ഓടിക്കുക. നമുക്ക് 100% ഗ്യാരണ്ടി പറയാം. 100% ഗ്യാരണ്ടി പറയാം. 13 മോഡൽ G4. 2013 G4 സെക്കൻഡ് ഓണർ. 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല ആൻഡ്രോയിഡ് സെറ്റ്, ടയർ കാര്യങ്ങള് വൃത്തിയില്ല വണ്ടി. ഓക്കെ, അപ്പൊ നിലവിൽ നമുക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും ചെയ്യാല്ല. ഡീസൽ നമുക്ക് സർവീസ് വരെ കഴിഞ്ഞാണ്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. 7 ലക്ഷം രൂപ IDV ഉണ്ട് ഇൻഷുറൻസ്. ഓക്കെ, എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ഫൈനൽ 6,75,000 6,75. അപ്പൊ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ 7 ലക്ഷത്തിന്റെ IDV ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു 10-40-50 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അപ്പൊ മാക്സിമം ലോൺ കിട്ടുന്ന മോഡൽ കൂടിയതും അത്ര ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയില്ല. എഗൈൻ നമുക്ക് സെയിം കളറിൽ തന്നെ വീണ്ടും അടുത്തൊരു മോഡലാണ്. ഇത് ഏതായിരുന്നു മോഡൽ? 2015 മോഡലാണ്. ഒറിജിനൽ ടൈപ്പ് 4 സെക്കൻഡ് ഓണർ ആണ്. 2 ലക്ഷം കിലോമീറ്റർ ഓടിക്കണേ. ഫുള്ള് ടയോട്ടയില് കമ്പനി സർവീസിലെ വണ്ടി. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറഞ്ഞാൽ നമുക്ക് A to Z കമ്പനി സർവീസ് ഉണ്ട്. സർവീസ് ഹിസ്റ്ററി നമ്മൾ കയ്യിൽ റെഡി ഉണ്ട്. അപ്പൊ അത്ര നമുക്ക് 100% ഗ്യാരണ്ടി. ഉള്ളൊക്കെ ഇന്ത്യയിലൊക്കെ പക്കാ വൃത്തിയാണ്. അപ്പൊ പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് വെഹിക്കിൾ ആണ്. നമുക്കൊരു പുതിയൊരു പ്രീമിയം വെഹിക്കിൾ കൊണ്ടുവരുന്ന അതേ ഫീല് അത്രയും നമുക്ക് ചെറിയ ടച്ചപ്പോ കാര്യങ്ങൾ മാത്രം കയറിയിട്ടു. എല്ലായിടത്തൊന്നും ഹെഡ്ലൈറ്റ് ഒക്കെ ഒറിജിനൽ കമ്പനി ഇറങ്ങിയില്ല ഹെഡ്ലൈറ്റ്. അപ്പൊ നിലവിൽ ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. അതും A to Z നമുക്ക് പിന്നെ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആയ വണ്ടിയാണ്. 15 മോഡൽ G4 തന്നെ. എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത്? ഇത് നമുക്ക് 8,60,000 ഫൈനൽ പ്രൈസ്. 2015 സെക്കൻഡ് ഓണർ. അപ്പൊ ട്രാക്ക് കൊണ്ട് ഒരു 10-60-70 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അപ്പോൾ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് നമുക്ക് 100% നമുക്ക് ഗ്യാരണ്ടി പറയാം. കാരണം നമുക്ക് A to Z ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കമ്പനി ഹിസ്റ്ററി നിലവിൽ കയ്യിലുണ്ട്. അത്രയും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി. അടുത്ത ഇനി വൈറ്റ് ഫിനിഷിംഗിൽ പക്ക എക്സിയിൽ ഒരു വാഹനം വേണമെന്നുള്ളവർക്ക് ഇതാണോ. നമുക്ക് ഗ്രില്ലൊക്കെ ഡീക്രോം ഒക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടയേഴ്സ് ആണെങ്കിൽ ഒരു 90% ടയേഴ്സ് ഉണ്ട്. സ്കേറ്റിംഗ് വന്നിട്ടുണ്ട്. പക്ക പ്യൂർ വൈറ്റിൽ വരുന്ന ഒരു 8 സീറ്റർ ഇല്ല. എങ്ങനെയായിരുന്നു മോഡൽ? വണ്ടി 2014 മോഡല് സെക്കൻഡ് ഓണർ. 7 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ഇൻഷുറൻസ് IDV ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പുതിയത് എടുത്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പക്കയാണ്. 2014 മോഡല് 14 മോഡല് ടൈപ്പ് 4 ഒറിജിനൽ സെക്കൻഡ് ഓണർ വണ്ടി. എത്ര രൂപ? 7,25,000. 2014 മോഡല് 14 മോഡലാണ്. ഒറിജിനൽ ടൈപ്പ് 4 ആണ്. അത് നമുക്ക് നിലവിൽ ഒരു വർക്കും ചെയ്യിക്കാനില്ല. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. വേറെ ഒന്നുമില്ല. A40 A25 ഓഫർ ഏകദേശം ഒരു 19 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ കൊടുക്കും ചെയ്യാം.
അടുത്ത് ഞാൻ എൻ്റെ ഒരു സിൽവർ ഫിനിഷിംഗ് ആണ്. നമ്മൾ ഗ്രില്ലൊക്കെ നമുക്ക് ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ അഡീഷണൽ അത്യാവശ്യം ഫിറ്റിങ്സ് വന്നിട്ടുണ്ട്. സൈഡിൽ സ്കേറ്റിംഗ് വന്നിട്ടുണ്ട്. അതേപോലെ ടയേഴ്സ് ഒരു 90% ടയേഴ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ആൻഡ്രോയിഡ് സിസ്റ്റം പക്ക വൃത്തി, എല്ലാം പക്ക വണ്ടി. ഓക്കെ, 2016 മോഡല് KL 10 ഇപ്പൊ നമ്പർ ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഓണർ 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഓക്കെ, പുതിയ 9 ലക്ഷം റുപ്യ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, 9 ലക്ഷം റുപ്യ IDV പുതിയ ഇൻഷുറൻസ് പാർട്ടിക്ക് എടുത്തു കൊടുക്കും. KL 10 നമ്പർ അയക്കണ്. സിംഗിൾ ഓണർ, ഇപ്പൊ സെക്കൻഡ് ഓണർ. ഓക്കെ, എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആണ്, പിന്നെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. 8,75,000 റുപ്യ. ഇത് നെറ്റ് പ്രൈസ് ആണ്, ഓഫർ പ്രൈസ് ആണ്. കേരളത്തിലെ നമ്പർ ഒക്കെ ആയിട്ടുള്ളതാണ്. നിലവിൽ ഇപ്പൊ നമ്പർ എടുത്തപ്പോൾ സെക്കൻഡ് ഓൺഷിപ്പ് ഏകദേശം ഫുൾ ഓൺ തന്നെ ഈ വണ്ടി നമുക്ക് കയറ്റി കൊടുക്കാം. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ കൊണ്ടാൻ പറ്റുന്ന മോഡൽ കൂടിയ നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി, അതും നെറ്റ് പ്രൈസ് കേട്ടോ. അടുത്ത വീണ്ടും നമുക്കൊരു ഗ്രേ ഫിനിഷിംഗ് തന്നെയാണ്. ഇത് ഏതായിരുന്നു മോഡൽ? 2008 മോഡലാണ്. ടൈപ്പ് 2 വണ്ടി, ടൈപ്പ് 2 വണ്ടിയും കംഫർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ, വേറെ ഒന്നും റീപ്ലേസ് ഇല്ല. മെയിൻ ഗ്ലാസും ഡിക്കി ഗ്ലാസും. അപ്പൊ ഇതിന്റെ ഒരു 2008 വണ്ടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ ഓണർ വണ്ടി ഒറിജിനൽ കേരളമാണ്. ഒറിജിനൽ നമ്പർ ആയതാണ്. നിലവിൽ ഇപ്പോ 2013 നമ്പർ ആയത്. അന്നൊക്കെ നമ്പർ ആയി കഴിഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് അവിടെ കാണിക്കുക. ഓണർഷിപ്പ് അത്ര. അപ്പൊ അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. നമുക്ക് 2008 ആണെങ്കിൽ നമുക്ക് നിലവിലൊരു വണ്ടി അത്രയും ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. ഫുള്ള് വർക്ക് എടുത്തു. ടൈപ്പ് 4 കൺവേർട്ട് സിൽവർ വണ്ടി, ഫുള്ള് ഗ്രേ അടിച്ചിക്കണ്. നല്ല സീറ്റ് കവർ ഉണ്ട്. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കും. ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്. 2,35,000 കിലോമീറ്റർ, 2,35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. പക്ക എഞ്ചിൻ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് 4 ലക്ഷം റുപ്യ ഫൈനൽ പ്രൈസ്. 4 ലക്ഷം റുപ്യ. പേപ്പർ കാര്യങ്ങളൊക്കെ എത്ര വരെ? 2028 വരെ പേപ്പർ. 28 വരെ പേപ്പർ. ഇൻഷുറൻസ് പുതിയത് നമ്മൾ എടുത്തു കൊടുക്കും ചെയ്യും. അപ്പൊ നമുക്ക് ഓഫർ ടയറൊക്കെ ഏകദേശം 90% 4 ടയറുണ്ട്. ഒന്നും ചെയ്യിക്കാനില്ല. ടൈപ്പ് 4 ചെയ്തിട്ടുണ്ട്. നമുക്ക് റീപ്ലേസ് എന്ന് പറയാനൊന്നും മെയിൻ ഗ്ലാസ്, ഡിക്കി ഗ്ലാസ്, വേറെ ഒന്നുമില്ല. മേജറായ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. 28 വരെ പേപ്പർ ഒക്കെ ഉണ്ട്. പ്രൈസ് വന്ന് 4 ലക്ഷം റുപ്യ ഫൈനൽ പ്രൈസ് ആണ്. അപ്പൊ നല്ലൊരു ബെസ്റ്റ് പ്രൈസ് നമുക്ക്. അടുത്താണ് നമുക്ക് ഇന്നോവയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു കളറാണ് സിൽക്കി ഗോൾഡ്. എങ്ങനെയായിരുന്നു മോഡല്? 2013 മോഡല്. ഇത് 3ാമത്തെ ഓണർഷിപ്പ് ആണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആയിരുന്നു. അവിടെ ഇപ്പൊ നമ്മുടെ പേർക്ക് മാറ്റിയൊക്കെ 3 ഓണർഷിപ്പ് ആയി. ഓക്കെ, അപ്പൊ സിൽക്കി ഗോൾഡ് ആണ് അത്യാവശ്യം നമുക്ക് ഇന്നോവയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി വരുന്ന ഒരു വാഹനമാണ്. അതും ടൈപ്പ് 4 ആണ് വരുന്നത്. അത്യാവശ്യം നമുക്കൊരു 90% ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ പക്ക വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ ആണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? ഇത് 1,90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമ്മൾ 6,75,000 റുപ്യ. 6,75 ഫൈനൽ പ്രൈസ്. ഏകദേശം നമുക്കൊരു 10 ഏകദേശം ഒരു 6 ലക്ഷം റുപ്യ നമുക്ക് ലോണ്. ഒരു 10,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ ഇനി അതല്ല, നമുക്ക് ഒരു ബഡ്ജറ്റ് പ്രൈസിൽ ഒന്നുകൂടെ നമുക്ക് സാധാരണക്കാരന് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു വാഹനമാണ് നോക്കുന്നതെങ്കിൽ ഇതാവണം. റിഡ്സിന്റെ ഒരു ലാസ്റ്റ് ജനറേഷൻ വരുന്നുണ്ട്. ഡീസലാണ് വരുന്നത്. ഇത് ഏതായിരുന്നു മോഡല്? 2013 മോഡൽ. 13 മോഡല്. ഇതിന്റെ റിഡ്സിന്റെ ലാസ്റ്റ് ജനറേഷന്റെ ന്യൂ ഫേസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഏകദേശം 18-20 മൈലേജ് കിട്ടും. VDI ഓപ്ഷൻ ആണ്. 4ാമത്തെ ഓണറാണ്. ഒറിജിനൽ കേരള വണ്ടി. പിന്നെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോളന്റെ 4 പുത്തൻ ടയർ, സീറ്റ് കവർ സെറ്റ്, 3 ലക്ഷം റുപ്യ IDV പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. ഓക്കെ, മൈലേജ് അത്യാവശ്യം നമുക്ക് ഒരു 18 ഗ്യാരണ്ടി മൈലേജും കിട്ടും. സോ നമുക്ക് മാരുതിയിൽ മെയിൻ്റനൻസ് കുറവുള്ള ഒരു വാഹനത്തിൽപ്പെട്ട ഒരു വാഹനമാണ്. പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 2,60,000 റുപ്യ. ഒരു 10-40 രൂപയ്ക്കാണ് വണ്ടി ഇറക്കാം. 2 റുപ്യ നമ്മൾ ലോൺ എടുക്കാം. അപ്പൊ ട്രാക്കിന് 10-15 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. 13 മോഡലാണ്. ഒറിജിനൽ കേരള വണ്ടി. അത് നമുക്ക് ഒന്നുമില്ലാത്ത വണ്ടി. അത്രയും ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. ഗ്യാരണ്ടി കൊടുക്കാം. അടുത്ത നമ്മൾ ഡെയിലി യൂസിന് നല്ലൊരു വാഹനം നോക്കി നടക്കുന്നവർക്ക് നമുക്ക് തീർച്ചയായും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് അമേസ്. കാരണം നമുക്ക് ഏകദേശം ലോങ് ഡ്രൈവിൽ 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ടാക്സിയിലൊക്കെ കൂടുതൽ കണ്ടിരുന്ന ഒരു ജനറേഷൻ. സോ നമുക്ക് എത്തിയോസ് ലിവ പോലെ തന്നെ നമുക്ക് കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് ജനറേഷന് അമേസ്. ഡീസൽ മൈലേജ് നമുക്ക് 20 കിലോമീറ്റർ ഗ്യാരണ്ടി. 24 എന്തായാലും. എങ്ങനെയായിരുന്നു മോഡല്? 2016 മോഡല്. സെക്കൻഡ് ഓണർ. റീവണ്ടിയാണ്. നിലവിൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് നിലവിൽ നമ്പർ ആയിരിക്കും. 84 നമ്പർ ആയിട്ടുണ്ട്. കൊണ്ടോട്ടി 74,000 കിലോമീറ്റർ ഓടിക്കണേ. അവിടെ പ്രൈവറ്റ് വാഹനം. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് ഗ്യാരണ്ടി വാരം കൊടുക്കാം. മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് വേറെ ഒന്നുമില്ല. എത്ര അലവിൽ വരുന്നുണ്ട്.
കമ്പനി അലവിൽ വരുന്നുണ്ട്, രണ്ട് എയർ ബാഗ് വരുന്നുണ്ട്, സ്റ്റാരിംഗ് കൺട്രോൾ ഉണ്ട്, ഏറ്റവും ഫുൾ ഓപ്ഷൻ. 2016 വരുന്ന XV ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. എത്ര രൂപ ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് ഫൈനൽ റേറ്റ് 3,80,000. 380. 350. ഒരു ട്രാക്കിന്റെ 19 രൂപ വണ്ടി ഇറക്കും, സുഖസുന്ദരമായിട്ട് വണ്ടി ഇറക്കാം. അപ്പോൾ അതാണ് ഇത് മൈലേജും അതായത് ഡെയിലി യൂസ് കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഫാമിലിക്ക് നമുക്ക് അത്യാവശ്യം ലെങ്ത്തും ഡിക്കി സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. സോ മൈലേജും കംഫർട്ടും മെയിൻ്റനൻസ് വളരെ കുറവുള്ള ഇൻഷുറൻസ് പുതിയ ഒരു അതൊരു പ്രീമിയം വെഹിക്കിള്, അതും ബഡ്ജറ്റ് പ്രൈസിലാവുമ്പോൾ നമുക്കൊരു അവങ്കാട് C-Class 220. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 220 ആയതുകൊണ്ട് നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ ആണെങ്കിൽ ഏകദേശം 18 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അവങ്കാട് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന C-Class മെഴ്സിഡസ് ബെൻസ്. എങ്ങനെയായിരുന്നു മോഡൽ? 2013 മോഡൽ, സെക്കൻഡ് ഓണർ, റീവണ്ടിയാണ്. ഓക്കെ, 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ള് കമ്പനി സർവീസിന്റെ വണ്ടി. അപ്പൊ A to Z നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വണ്ടിയാണ്. നിലവിൽ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. 84 നമ്പർ ആയിട്ടുണ്ട്. കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് ഫൈനൽ പ്രൈസ് 8,75,000. അതായത് നമുക്കൊരു ചെറിയൊരു ആഷ് ബാഗിന്റെ പ്രൈസ് നമുക്കൊരു പ്രീമിയം ബെൻസും ഉണ്ടാവും. C-Class ആണ്. അത് നമുക്ക് A to Z ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വാഹനം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നുണ്ടായിരുന്നത് മഞ്ചേരിയിലാണ്, NK കാസിലാണ്. അപ്പോൾ ഇവിടുത്തെ ക്വാളിറ്റിയിൽ അത്യാവശ്യം നമുക്ക് വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള ഇന്നോവകൾ നല്ലതുണ്ട്. അതേപോലെ മൈലേജ് നോക്കുന്നവർക്കും എല്ലാ റേഞ്ചിലും വാഹനം നമുക്ക് ഇവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല മഞ്ചേരി തുറക്കലാണ്. അപ്പോൾ നമ്പറൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. റിയാസൻ അലിക്ക സൈനിങ് ഓഫ്.